സാലറി കൂടിയിട്ടും 10 റുപ്യ മാറ്റിക്കാൻ കഴിയില്ല. എന്താ അങ്ങനെ? അതങ്ങനെയാണ് ബട്ട് വൈ? ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. എന്താ? നിന്റെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നിന്റെ സ്പെൻഡിങ്ങും കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഏയ് പണ്ടത്തെ പോലെ തന്നെ ഞാൻ എപ്പോഴും സ്പെൻഡ് ചെയ്യണേ. അത് നിനക്ക് തോന്നാം. സപ്പോസ് മുൻപ് നിന്റെ സാലറി 15,000 ആണെന്ന് കരുതാം. അപ്പൊ നീ ആ 15K അനുസരിച്ച് മാത്രമേ ചെലവാക്കൂ. നിനക്കപ്പോ ബോധ്യം ഉണ്ടാവും 15K ആണ് എന്റെ സാലറി, അപ്പൊ ഞാൻ ഇത്ര മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്ന് നീ ചിന്തിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് 30K സാലറി ഉണ്ട്, എന്നാലും മന്തിന്റെ ആകുമ്പോ കാണാം പോക്കറ്റ് കാലി. അതാണ്, ഇപ്പൊ നീ 30K ഏൺ ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയാം, അപ്പൊ നിന്റെ സ്പെൻഡിങ്ങും അതനുസരിച്ചായിരിക്കും. പക്ഷെ അതെങ്ങനെ? സപ്പോസ് നിനക്കൊരു ടോപ്പ് വാങ്ങണമെന്ന് കരുതാം. പണ്ടാണെങ്കിൽ നീ മാക്സിമം ചിലപ്പോൾ ഒരു 1000 റുപ്പീസ് ആയിരിക്കും അതിനു വേണ്ടി ചെലവാക്കാൻ തയ്യാറാവുക. കാരണം നിനക്കറിയാം നീ ആകെ ഏൺ ചെയ്യുന്നത് 15K ആണെന്ന്. ഇപ്പം നിന്റെ സാലറി 30K. ഇനി നീ തന്നെ പറ, ലാസ്റ്റ് നീ ഒരു ടോപ്പ് എടുത്തത് എത്ര റുപ്യക്കാ? 3500. അതിന്റെ കാരണം എന്താ? നിനക്കറിയാം നിനക്ക് 30K സാലറി ഉണ്ട്, അപ്പൊ നിനക്കൊരു 3500 ചെലവാക്കിയാൽ വലിയ കുഴപ്പമില്ലെന്ന് നിനക്ക് തന്നെ തോന്നിക്കാണും. ശരിയാ, വെറുതെ അല്ല 10 റുപ്യ കൈമല്ലാത്ത. കഴിഞ്ഞ ദിവസം ഇപ്പൊ എന്നോട് ചോദിച്ച് കൊറേ ആയില്ലേ ഈ പണിക്ക് പോണ്, എത്ര മിച്ചം വെച്ചു? ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. അപ്പോഴല്ലേ മനസ്സിലായത് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിനക്ക് പണ്ട് 15,000 ഉള്ളപ്പോൾ സാലറി സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ 30,000 അല്ല 3 lakhs സാലറി ആയാലും നിനക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അല്ല മാഡിക്ക് അങ്ങനെ ഇതൊക്കെ എത്ര കറക്റ്റ് ആയിട്ട് അറിയാം?